പരിശുദ്ധ പരമ ദിവികാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മെ അനുഗ്രഹിക്കുന്ന പരിശുദ്ധ പരമ ദിവികാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മെ അനുഗ്രഹിക്കാൻ കഴിയുന്ന പരിശുദ്ധ പരമ ദിവികാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ വലിയ സ്നേഹത്തിന്, കരുതലിന്, സംരക്ഷണത്തിന് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ദൈവത്തിൽ കൂടുതൽ പ്രത്യാശയോടെ നമുക്ക് ആയിരിക്കാം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് സമർപ്പിക്കാം. കർത്താവ് കൂടെയുണ്ടെന്നും കർത്താവ് എല്ലാത്തിനും മതിയായവനുമാണെന്നുള്ള ആഴമായ ബോധ്യവും വിശ്വാസവും ഓരോ നിമിഷവും നമ്മുടെ ഹൃദയങ്ങളിൽ നിറയട്ടെ. കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ ഏത് മേഖലകളിലും ഇടപെടുവാൻ സാധിക്കും. നമ്മൾ കർത്താവിൽ കൂടുതൽ പ്രത്യാശയോടെ നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് മാർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 24-ാം വാക്യമാണ്. അതിനെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. കർത്താവ് വചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. കർത്താവ് എപ്പോഴും നമ്മെ നോക്കുന്നത്, നമ്മളെ കാണുന്നത്, നമ്മൾ കർത്താവിനെ വിശ്വാസത്തോടെ വിളിക്കണമെന്നും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ കടന്നു വരണമെന്നുമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വചനം ഓർമ്മപ്പെടുത്തുന്നു. അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. വിശ്വാസത്തോടെ വേണം ദൈവത്തെ നമ്മൾ ഓരോരുത്തരും ഓരോ നിമിഷവും സമീപിക്കാനായിട്ട്. കർത്താവ് ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നവന് എന്തും ലഭിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുവിൻ, അത് നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. കർത്താവാണ് പറഞ്ഞിരിക്കുന്നത്. കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. കർത്താവിനെ നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന്, യാചിക്കണമെന്ന്. അപ്പോൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായും ഇടപെടണമെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. തുടർന്ന് കർത്താവ് പറയുക, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ. അപ്പോൾ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും. കർത്താവിടെ ഒരു പ്രാർത്ഥിക്കുക എല്ലാം ലഭിക്കും. പക്ഷേ കർത്താവ് ഓർമ്മപ്പെടുത്തുക, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ. അപ്പോൾ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും. അപ്പം കർത്താവ് നമ്മുടെ തെറ്റുകൾ ക്ഷമിക്കണമെങ്കിൽ, നമ്മുടെ ജീവിതങ്ങളിലേക്ക് ദൈവത്തിൻ്റെ കൃപയൊഴുകണമെങ്കിൽ നമ്മൾ ക്ഷമിക്കണം, ക്ഷമിച്ച് പ്രാർത്ഥിക്കണം. അതാ കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് അനേകരുടെ ജീവിതത്തിൽ കൃപയൊഴുകാത്തതും പല മേഖലകൾ തടസ്സപ്പെട്ട് നിൽക്കുന്നതിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ടമായ ഒരു കാരണമാണ് ക്ഷമിക്കാൻ പറ്റാത്തത്. ചിലപ്പോൾ നമ്മൾ മറന്നുപോയതായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അനുദിനം നമ്മളെ വേദനിപ്പിക്കുന്നവരെ, നമ്മളെ മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ തകർക്കുന്നവരെ, നമ്മൾ അവരോടുള്ള വെറുപ്പ് നമ്മുടെ ഉള്ളിൽ പലപ്പോഴും നമുക്ക് മാറ്റിക്കളയാൻ പറ്റുന്നില്ല. നമുക്ക് പലപ്പോഴും അവരോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല. അത് വലിയ കൃപയുടെ വലിയ തടസ്സമാണ്. നമ്മളത് മനസ്സിലാക്കണം. കർത്താവ് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 59-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. പിന്നെയോ ദൈവത്തെയും നമ്മയും തമ്മിൽ അകറ്റിയിരിക്കുന്നത് നമ്മുടെ അകൃത്യങ്ങളാണ്. അതുകൊണ്ട് അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല. ഇന്ന് പലപ്പോഴും ക്ഷമിക്കാൻ പറ്റുന്നില്ല, കൃപയിലേക്ക് കടന്നു വരാൻ പറ്റുന്നില്ല, വിശുദ്ധിയിലേക്ക് കടന്നു വരാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പല പ്രാർത്ഥനകൾക്കും ഇന്ന് ഉത്തരം കിട്ടാതെ പലരും അസ്വസ്ഥപ്പെടുത്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഈ വചനം നമുക്ക് സമീപസ്ഥമാണ്. ഈ വചനം നമുക്ക് മാറ്റിക്കളയാൻ പറ്റത്തില്ല. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കൃപയൊഴുകണമെങ്കിൽ, അനുഗ്രഹം ഒഴുകണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ക്ഷമിക്കണം. നിരുപാധികം നമ്മൾ ക്ഷമിക്കുമ്പോഴാണ് കൃപയൊഴുകുന്നത്.
കർത്താവ് നമ്മളെ അതാണ് പഠിപ്പിച്ചത്. കുരിശിൽ കിടക്കുമ്പോഴും കർത്താവ് പറയുന്നുണ്ട്, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. കണ്ടോ, തന്നെ വേദനിപ്പിച്ചവരെ, തന്നെ തകർത്തവരെ കർത്താവ് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അപ്പോഴാണ് കർത്താവിൻ്റെ വലിയ ആ സ്നേഹം നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം നമ്മളും ഇതുപോലെ കൃപയൊഴുകണമെങ്കിൽ, ദൈവാനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമെങ്കിൽ നമ്മൾ ക്ഷമിച്ച് പ്രാർത്ഥിക്കണം. അപ്പോഴാണ് കർത്താവിൻ്റെ കൃപയിലേക്ക് നമുക്ക് കടന്നു വരാനായിട്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 43 വരെ വചനങ്ങളിൽ നമ്മൾ കർത്താവ് ഓർമ്മപ്പെടുത്തുന്നുണ്ട്, അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുവിനെ ദോഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്വനായ പിതാവിൻ്റെ മക്കളായിത്തീരും. അവിടുന്ന് ശിഷ്ടരുടെയും ദുഷ്ടരുടെയും മേൽ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ മഴ പെയ്യ്ക്കുകയും ചെയ്യുന്നു. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്കെന്ത് പ്രതിഫലമാണ് ലഭിക്കുക? ചുങ്കക്കാർ പോലും അതുതന്നെ ചെയ്യുന്നില്ലേ? കർത്താവ് വചനത്തിലൂടെ ശക്തമായിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ക്ഷമിച്ച് പ്രാർത്ഥിക്കണം, ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നമ്മളെ വേദനിപ്പിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മളെ മുറിവേൽപ്പിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെയാണ് നമ്മൾ കർത്താവിൻ്റെ മക്കളായി തീരുന്നത്. അതിലൂടെയാണ് കർത്താവ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നത്. ഈ വചന മെസ്സേജ് കേൾക്കുമ്പോൾ, ഈ വചനം നമ്മൾ ഓരോരുത്തരും ശ്രവിക്കുമ്പോൾ, നമ്മുടെ മനസ്സിൽ, ജീവിതത്തിൽ ക്ഷമിക്കാൻ പറ്റാത്ത ഏതെങ്കിലും മേഖലകളുണ്ടെങ്കിൽ അവരെ നമ്മൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ ക്ഷമിക്കാനുള്ള കൃപ കിട്ടും നമുക്ക്. ആ കൃപയിലൂടെ കർത്താവ് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന തടസ്സങ്ങളും പാപാവസ്ഥകളും കർത്താവ് തുടച്ചു മാറ്റും. കൃപയിലേക്ക് നമുക്ക് വളരാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ക്ഷമിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വിശ്വാസത്തോടെ നമുക്ക് സമീപിക്കാം. അപ്പോൾ കർത്താവിൻ്റെ കൃപയും അനുഗ്രഹവും നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ മുഴുവൻ നമുക്ക് അനുഭവിക്കാൻ പറ്റും. ആരോടെങ്കിലും നമുക്ക് ക്ഷമിക്കാനുണ്ടെങ്കിൽ നിരുപാധികം ക്ഷമിക്കാം. കർത്താവിൻ്റെ കൃപയിലേക്ക് നമുക്ക് കടന്നു വരാം. ഈശോയെ, ഈ വചനം ശ്രവിക്കുന്ന എല്ലാവർക്കും ക്ഷമിക്കുവാനുള്ള കർത്താവെ കൃപ നൽകി അനുഗ്രഹിക്കണമേ.